ഇത് കേരളം വീണ പതിറ്റാണ്ടാണെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. കടം വാങ്ങാതെ മുന്നോട്ടു പോകാനാവാത്ത അവസ്ഥയാണ് സംസ്ഥാന സർക്കാരിന്റേത്. എൻ.ഡി.എയുടെ പ്രതിഷേധ ധർണ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സർക്കാർ പദ്ധതികൾ ഫോട്ടോ പതിച്ച് സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാക്കുന്നതായും അദ്ദേഹം ആരോപിച്ചു. സർക്കാരിനെതിരെ വീട് കയറി പ്രചാരണം നടത്തുമെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. ഈ ഒമ്പല്ലം കേരളം വീണ പതിറ്റാണ്ടില് എന്ത് നടന്നു? അഴിമതി, ദുർഭരണം, പ്രീണന രാഷ്ട്രീയം, ഇക്കണോമിക് മിസ്മാനേജ്മെന്റ്. ഇതാണ് നടന്നത് ഈ 9 കൊല്ലം. അതിന്റെ ഫലമാണ് ഇന്ന് ഇന്ത്യ മൊത്തം ഏറ്റവും കൂടുതൽ വിലക്കയറ്റം, 6% റീറ്റെയിൽ ഇൻഫ്ലേഷൻ കേരള നാട്ടിൽ, ഓൾ ഇന്ത്യ ആവറേജ് 3% ഉള്ള സമയത്ത് ഏറ്റവും കൂടുതൽ വിലക്കയറ്റം കേരള നാട്ടിൽ, ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ 7.2% കേരള നാട്ടിൽ. ഇതാണ് 9 കൊല്ലം ചെയ്ത ദുർഭരണം, അഴിമതി, പ്രീണന രാഷ്ട്രീയത്തിന്റെ ഫലം. കടം വാങ്ങാണ്ട് ഒരു ഇഞ്ച് മുമ്പോട്ട് പോവാത്ത ഒരു സ്ഥിതി, ഒരു ഒറ്റ അടിസ്ഥാന സൗകര്യം 9 കൊല്ലത്തിൽ ഉണ്ടാക്കിയിട്ടില്ല.